ഈ ദുർഭരണത്തെ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ അവരുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യും. അവരിപ്പോൾ പറയുന്നത് വർഗീയത മാത്രമാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ പ്രേമം അഭിനയിച്ചു. ഗാസയിലെ കുഞ്ഞുങ്ങളെ കുറിച്ച്, പാലസ്തീനിലെ യുദ്ധത്തെ കുറിച്ച്, പൗരത്വ രജിസ്റ്ററിനെ കുറിച്ചൊക്കെ മുഖ്യമന്ത്രി എല്ലാ ദിവസവും സംസാരിക്കും. പക്ഷെ ന്യൂനപക്ഷങ്ങൾക്ക് മനസ്സിലായി അതിനെ കാവടി അവർ വോട്ട് ചെയ്തില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പ്ലേറ്റ് നേരെ മാറ്റി. പിന്നെ ഭൂരിപക്ഷ പീഡനമായി. കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഡൽഹിയിൽ പോയി മലപ്പുറം ജില്ലക്കെതിരായിട്ട് ഹിന്ദു പത്രത്തിന് ഇന്റർവ്യൂ കൊടുത്തത്. മനഃപൂർവ്വമാണ്. പിന്നെ ഒരു കിങ്കരന്മാരുടെ വരവായി AK ബാലൻ. എന്താ സജി ചെറിയാൻ പറഞ്ഞത്? മന്ത്രി മലപ്പുറത്ത് നിന്ന് ജയിച്ചവരുടെ പേരുകൾ നോക്കിയാൽ മതി കാര്യം അറിയാം. എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്? നാണമുണ്ടോ നിങ്ങൾക്ക്? അത് പറഞ്ഞ ഒരാൾ ആ മന്ത്രിസഭയിൽ ഇരിക്കുക. UDF ആണെങ്കിൽ 24 മണിക്കൂർ അങ്ങനെ ഒരാൾ ആ മന്ത്രിസഭയിൽ ഇരിക്കുന്നത്. മന്ത്രിസഭയിൽ ഇരിക്കുകയാണ് ഇത്രയും വലിയ വർഗീയത പറഞ്ഞ ഒരാൾ ഈ പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ ഇരിക്കുക. കേരളത്തിന് അപമാനമാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വർഗീയത പറയുന്ന ആളുകളെ പോയി പിണറായി വിജയൻ പൊന്നാടയാണ്. അവരെ കൊണ്ട് വർഗീയത പറയുന്നത്. പക്ഷേ ഞങ്ങൾ ഒരു കാര്യം പറയുന്നു. ഐക്യ ജനാധിപത്യ മുന്നണി UDF ന്യൂനപക്ഷ വർഗീയത ആര് പറഞ്ഞാലും, ഭൂരിപക്ഷ വർഗീയത ആര് പറഞ്ഞാലും ഞങ്ങൾ ശക്തിയായി എതിർക്കും. വർഗീയത വേണ്ട, വർഗീയത ആരും പറയണ്ട. വർഗീയത പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യും. വിട്ടുവീഴ്ചയില്ല. തെരഞ്ഞെടുപ്പിന്റെ പാരമ്പര്യത്തിൽ നിന്നാലും 4 വോട്ട് കിട്ടാൻ വേണ്ടി ഈ വർഗീയ ശക്തികളുമായി UDF കോംപ്രമൈസ് ചെയ്യില്ല. നമ്മൾ പറഞ്ഞല്ലോ പിണറായി വിജയനും VD സതീശനും ഒക്കെ കുറച്ചു നാൾ കൂടി ഉണ്ടാവുള്ളൂ. പിന്നെ ഓർമ്മയാവും. കുറച്ചു കഴിഞ്ഞാൽ ഓർമ്മയിൽ പോലും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ കേരളം ഉണ്ടാകും. നമ്മുടെ കുഞ്ഞുങ്ങളും കൊച്ചുമക്കളുമുള്ള ഈ കേരളത്തിൽ സൗഹാർദ്ദത്തോടു കൂടി അവർ ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കാൻ ആര് ശ്രമിച്ചാലും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളത് സമ്മതിക്കില്ല. ഇതാണ് നിലപാട്. ഞാൻ കരുതുന്നു മതേതര കേരളം ഇരു കൈകളും നീട്ടി അവരുടെ ഹൃദയത്തിലേക്ക് UDFന്റെ ഈ മതേതര നിലപാടിന് സ്വീകരിക്കും. വെള്ളം ചേർക്കാത്ത നിലപാടിന്. നമുക്കറിയാം, ഒരു തീപ്പൊരി വീഴാൻ കാത്തിരിക്കുന്ന ആള് കത്തിക്കാൻ അവരുടെ കൈകളിലേക്ക് തീപ്പന്തമാണ് CPM എറിഞ്ഞു കൊടുക്കുന്നത്. തീപ്പന്തം. പക്ഷെ നമ്മളുണ്ട് ഇവിടെ കാക്കാൻ. ഈ വർഗീയ വിരുദ്ധമായ നിലപാട് എടുത്തുകൊണ്ട് കേരളത്തെ കാക്കാൻ നമ്മൾ ഈ വർഗീയവാദികളോട് ഏറ്റുമുട്ടുമ്പോൾ നമ്മൾ പ്രതിരോധിക്കേണ്ടത് നമ്മൾ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ടാണ്. ഞങ്ങളെ ഭിന്നിപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന നിലപാടെടുത്തുകൊണ്ടാണ് നമ്മൾ അവരെ ചോദ്യം ചെയ്യേണ്ടത്. അതാണ് പറയേണ്ട ഉത്തരം. അവരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പുറകെ നടന്നു കുറെ നാൾ. മുന്നണിയിൽ അംഗമാക്കാൻ വേണ്ടി ഇല്ലേ, കുറെ നടന്നു. എന്നിട്ട് അവസാനം എന്തുപറ്റി? പാലക്കാട് സയ്യദ് സാദിഖ് അലി തങ്ങൾ ഒരു ദിവസം പറഞ്ഞു, UDFൽ നിൽക്കാൻ 1000 കാരണങ്ങളുണ്ട്, LDFിൽ പോകാൻ ഒരു കാരണം പോലും ഇല്ല എന്ന് പറഞ്ഞു. അതിനേക്കാൾ വലിയ മറുപടി ഉണ്ടോ? അപ്പൊ ഇവർക്ക് മനസ്സിലായി ഇനി രക്ഷയില്ല. അപ്പൊ പിന്നെ മുസ്ലിം ലീഗിന്റെ വർഗീയത ആരോപിച്ചോടെ കിട്ടില്ല എന്ന് കണ്ടപ്പോ ഞാൻ കേരളത്തിലെ പൊതുസമൂഹത്തോട് ഒരൊറ്റ ചോദ്യമാണ്. അത് മലപ്പുറത്തായതുകൊണ്ട് ചോദിക്കുന്നതല്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദുർബലമായാൽ, അവരില്ലെങ്കിൽ ആ സ്പേസ്, ആ ഇടം ആര് കൊണ്ടുപോകും? അത് വർഗീയ ശക്തികൾ കൊണ്ടുപോകും. ലീഗാണ് അതിനെതിരായി പോരാടുന്നത്. ലീഗാണ് മതസൗഹാർദ്ദം നിലനിർത്താൻ വേണ്ടി വർഗീയവാദികളെ കൈകളിലേക്ക് ആളുകളെ പറഞ്ഞയക്കാതെ സംരക്ഷിക്കുന്നത് എന്ന യാഥാർത്ഥ്യം കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം. കോൺഗ്രസും ലീഗും സഹോദര സംഘടനകളാണ്. വർഷങ്ങളായി ഒരുമിച്ച് നിൽക്കുന്ന സംഘടനകളാണ്. ഇന്ന് അതിന്റെ ശക്തിയും അതിന്റെ ഐക്യവും കൂടിയിരിക്കുന്നു. ഞാൻ നിങ്ങൾക്കറിയാം, ഇത് വെറും UDF അല്ല, ഇപ്പോൾ ടീം UDF ആണ്. നമ്മൾ ശക്തിയോടുകൂടി ഒരുമിച്ച് നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മളത് കാണിച്ചു കൊടുത്തതാണ്. ഒറ്റക്കെട്ടായി ഒരു പാർട്ടിയെ പോലെ. നിയമസഭയിൽ മന്ത്രിമാർ ഞങ്ങളോട് ചോദിക്കും, ഇതെന്താ പല കക്ഷികളിൽ നിന്ന് വന്നവരല്ലേ, ഒറ്റ പാർട്ടിയെ പോലെയാണല്ലോ
നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന്. ഈ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ UDF-ലെ എല്ലാ ഘടകകക്ഷികളും ഒരു പാർട്ടി പോലെ പ്രവർത്തിച്ച് മുന്നണി രാഷ്ട്രീയത്തിന് ഈ രാജ്യത്തിന് മാതൃക കാട്ടിക്കൊടുക്കും. വെറുതെ പറഞ്ഞതല്ല ടീം UDF. അതൊരു സന്ദേശമാണ്, ഈ രാജ്യത്തോട് മുഴുവനുള്ള സന്ദേശമാണ്. എങ്ങനെയാണ് മുന്നണി രാഷ്ട്രീയം നടത്തേണ്ടത് എന്നതിന്റെ സന്ദേശം കൂടിയാണ്. അതാണ്, ആ ഒരുമയുടെ കാര്യമാണ് കൊടുക്കുന്നത്.